ഇന്നലെ ഗിവ് അവേ വിന്നറെ സെലക്ട് ചെയ്യുന്ന വീഡിയോന് എന്ത് പറ്റിയെന്ന് അറിയില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നിട്ടുണ്ട്. അതെനിക്ക് ഡിലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. ഇന്നലത്തെ ലൈവിൽ പങ്കെടുത്തവർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും കാര്യങ്ങളൊക്കെ. അപ്പം ആ സെയിം സാധനം തന്നെയാണ്. എന്തായാലും കണ്ടു നോക്കിയിട്ട് വീഡിയോസും കാര്യങ്ങളും ലൈക്ക് ചെയ്യുക, പിന്നെ കമൻസും കാര്യങ്ങളൊക്കെ പോന്നോട്ടെ. നിസ്മ നുസൈബ അല്ല, പിന്നെ പറ നുസൈബ. എനിക്കറിയണ ഒരു നുസൈബ അതുള്ളൂ, വേറെ എനിക്കറിയില്ല. എന്നെ അറിയും, ഇന്നിങ്ങനെ വ്ളോഗിലല്ലാണ്ട് എന്നെ കറക്റ്റ് അറിയോ. നിങ്ങളുടെ ജേർണൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. താങ്ക് യു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളി. ആർക്കാണ് ഭാഗ്യം കെടുക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. കമൻ്റൊക്കെ പോട്ടെ കേട്ടോ, കമൻസും ഇട്ടോളി. ഒരു 10 മിനിറ്റ്സും കൂടി ഉണ്ട് നമ്മളെ വിന്നറെ സെലക്ട് ചെയ്യാനുള്ളത്. ചേച്ചി ചെയ്ത ഫേവറേറ്റ് ക്രാഫ്റ്റ് അതെ ഏതാണെന്നോ? ഞാൻ ചെയ്തതിൽ വെച്ച് ഇന്ന് വരുന്ന ഒരു ക്രാഫ്റ്റ് ഉണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്രാഫ്റ്റ്. ഇന്ന് ഞാൻ ഒരു വീഡിയോ 6 o'clock ഞാൻ ഡെയിലി 6 o'clock അപ്ലോഡ് ചെയ്യുക. അതിൽ ഇന്ന് ചെയ്തതാണ് എനിക്ക് കുറച്ചും കൂടി ഫേവറേറ്റ് ആയിട്ട്. പിന്നെ ചെയ്തത് ഫേവറേറ്റ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ലുലുവിൻ്റെ ഒരു ഇത് ചെയ്തിട്ടില്ലായിരുന്നു നമ്മൾ, ലുലു ഗിഫ്റ്റ് കിട്ടിയതിൻ്റെ, അതും കുറച്ച് ഫേവറേറ്റ് ആണ്. പിന്നെ ലബൂബോൻ്റെ കുഴപ്പമില്ല. അങ്ങനെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം ഇന്ന് വീഡിയോ വരും. സ്നേഹ ഹലോ. ചേച്ചി ഹായ് തരുമോ? ഹായ്. പിന്നെ ചേച്ചി ഇനി ഹാൻഡ്മെയ്ഡ് ഹായ്. നിസ്മ ഇതാരാന്ന് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. നുസൈബ ആണെന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് ആളെ മനസ്സിലായിട്ടില്ല. ഇതെല്ലാവരും അങ്ങോട്ട് വന്നാൽ നമുക്ക് നമ്മളുടെ പരിപാടി കണ്ട് പെട്ടെന്ന് തീർക്കാമായിരുന്നു. തീർത്തിട്ട് എനിക്ക് വേറെ പരിപാടിക്ക് പോകാനുണ്ടായിരുന്നു. എവിടെ പോയി നമ്മൾ സബ്സ്ക്രൈബേഴ്സൊക്കെ? എല്ലാവരും പോയോ? ഉള്ളവരും പോയി. നമുക്കിപ്പം ടോട്ടൽ വന്നത് 767 കമൻസാണ് വന്നത് ഇപ്പോൾ ടോട്ടൽ. അതിൽ നിന്നാണ് നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ടു സ്പെഷ്യൽ. ചേച്ചിയുടെ ഫ്രണ്ട്സിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് ചെയ്യുമോ? വെക്കേഷൻ കഴിഞ്ഞു കൊടുക്കാനാണ്. ഗിഫ്റ്റോ? സത്യം പറയുകയാണ്, എൻ്റെ കയ്യിൽ സാധനങ്ങൾ ക്ലേ തീർന്നിട്ടുണ്ട്. പിന്നെ ക്രാഫ്റ്റ് ചെയ്യുന്ന കുറേ ഐറ്റംസ് ഒന്നുമില്ല, കുറച്ച് ഐറ്റംസേ ഇപ്പം എൻ്റെ കയ്യിലുള്ളൂ. അപ്പം അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനം ജേർണലിങ്ങിൻ്റെ എല്ലാ സംഭവങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അതിനെക്കൊണ്ട് അതിങ്ങനെ ചെയ്തു പോകണം. അപ്പം നീ ക്ലേ വാങ്ങണം, അങ്ങനെ കുറേ സാധനങ്ങൾ ഇനിയും വാങ്ങാനുണ്ട്. അപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് വേണം ഇതൊക്കെ വാങ്ങി സെറ്റാക്കാൻ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കാർഡ്, ഞാനിതിൻ്റെ മുന്നേ 2-3 നമ്മളെ ബാൻഡേഡ് വെച്ചിട്ട് കാർഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ വീഡിയോ കാണുന്ന ഇപ്പം അടുത്താണ്. എനിക്ക്
ഇഷ്ടം നിങ്ങളുടെ ജേർണലിംഗ് ആണ്. പിന്നെ കുറേ ആയല്ലോ ചാനൽ തുടങ്ങിയിട്ട്. യെസ്, കുറേ ആയി ചാനൽ തുടങ്ങിയിട്ട്. അതിങ്ങനെ വ്ളോഗൊക്കെ ചെയ്യുന്നു. പിന്നെ വ്ളോഗ് ചെയ്യാൻ എല്ലായ്പ്പോഴും നമുക്ക് നടക്കലില്ല. അപ്പം ഇങ്ങനെ വ്ളോഗ് ചെയ്യാൻ പറ്റലില്ല. അപ്പം പറ്റുമ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചും ക്രാഫ്റ്റ് ആദ്യം ഇഷ്ടമുള്ള സംഭവം ആയതുകൊണ്ട് ക്രാഫ്റ്റ് ഇൻക്ലൂഡ് ആക്കാം. പക്ഷെ അത് വിചാരിച്ചിട്ട് നമ്മളെ വ്ളോഗിന് യാതൊരു കുറവുമില്ല. വ്ളോഗും അതിൻ്റെ വഴിയെ വരും. പക്ഷെ വ്ളോഗ് എടുക്കാൻ ഭയങ്കര മടി. ഇപ്പം ക്രാഫ്റ്റിൽ ക്രേസ് കയറി കഴിഞ്ഞാൽ വ്ളോഗ് എടുക്കുന്നത് അതിനെ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ പലവട്ടം വിട്ടുപോകുന്നത് ഇത് കൊണ്ടാണ്. നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഇതായി പോകുമ്പോൾ നമ്മൾ ക്രാഫ്റ്റ് വീഡിയോ ഓണാക്കാനുള്ളതൊക്കെ മറന്നു പോകുന്നത് അതിനെ കൊണ്ടാണ്. അതാണ് വ്ളോഗിൻ്റെ കാര്യം പറയുമ്പോൾ. ഇനിയൊരു ഒരു വിന്നറാണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പം പ്ലാൻ ചെയ്തത് ഒരു വിന്നറാണ്. ഇനി നെക്സ്റ്റ് ഇനി നമ്മൾ ബെസ്റ്റ് കമൻറ്റർ അല്ലെങ്കിൽ ടോപ്പ് കമൻറ്റർ എന്ന് പറഞ്ഞാണ്ട് ഇപ്പം യൂട്യൂബിൽ ഒരു ഓപ്ഷൻ തന്നെ ഉണ്ട്. അപ്പം നമുക്ക് അതിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും നമുക്ക് ബെസ്റ്റ് കമൻറ്റർ അല്ലെങ്കിൽ ടോപ്പ് കമൻറ്റർ ആരാന്നുള്ളത്. അപ്പം അത് വെച്ചിട്ട് ഒരു വീക്ക്ലി അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ വീക്ക് അങ്ങനെയൊക്കെ അല്ലെങ്കിൽ 2 വീക്ക് കൂടുമ്പോൾ ഒരു ഗിവ് അവേ വെച്ചാലോ എന്നൊരു ചെറിയ പ്ലാനിങ് ഉണ്ട്. അതിൻ്റെ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം എന്തായാലും ഓണം വെക്കേഷനും കാര്യങ്ങളൊക്കെ കഴിയട്ടെ. എന്നെ സെലക്ഷൻ ചെയ്യുമോ? അങ്ങനെ ഇന്ന ആൾ സെലക്ട് ചെയ്യണം എന്നൊന്നുമില്ല. ആരെ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ ഞാൻ സെലക്ട് ചെയ്യണമല്ല, ഇത് കമൻറ്റ് പിക്ക് വഴി സെലക്ട് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ സെലക്ട് ചെയ്ത് ഞാൻ പാർഷ്വാലിറ്റി കാണിക്കുന്ന മാതിരി ആയിപ്പോലെ. അതുകൊണ്ട് നമുക്കത് പറ്റൂല. നമുക്ക് എന്തായാലും ഒരു കമൻറ്റ് പിക്കർ വെച്ചെങ്ങാണ്ട് സെലക്ട് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പം അതല്ലേ. മദ്രസ വ്ളോഗിൻ്റെ ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. മദ്രസൻ്റെ ഇതൊക്കെ ആയിട്ട് നല്ല വ്ളോഗാണ് കേട്ടോ. മദ്രസൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പറ്റിയൊരു വ്ളോഗാണ്. ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കി. നമ്മൾ ട്യൂഷൻ്റെ ഓരോന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതിലിങ്ങനെ നോക്കലുണ്ട്. അർജുൻ ഹായ്. ഗിവ് അവേ ഒരു ഗിവ് അവേ വെച്ചിട്ട് ഈ വൈക്ക് ആരും കാണില്ലല്ലോ. ഇനി ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കിയുണ്ട്. വരുമോ നോക്കാം. അർജുൻ ഹായ്. പെട്ടെന്ന് വിരിയില്ലായിരുന്നു. നമ്മളിപ്പോഴത്തെ സബ്സ്ക്രൈബർ കൗണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ മിനിയാന്നായിട്ടൊരു വീഡിയോ നല്ല അടിപൊളിയായിട്ട് മൂവായി. അടിപൊളി ആണ് കേട്ടോ വീഡിയോസൊക്കെ. ഞാൻ വീഡിയോ ഇപ്പം തന്നെ കാണാറുണ്ട് എങ്കിൽ എന്തോ പോലെയാണ്. താങ്ക് യു നിസ്മ, താങ്ക് യു. അങ്ങനെ കുറേ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. താങ്ക് യു. കുറേ പേര് മെസ്സേജ് ചെയ്യലുണ്ട്. ഇന്നലത്തെ നമ്മളുടെ ഒരു യെല്ലോ ജേർണലിങ് വീഡിയോയിലായിരുന്നു. യെല്ലോ ജേർണലിങ് അത് അടിപൊളിയായിട്ട് മൂവ് ആയിട്ടുണ്ടായിരുന്നു. 16K ഇപ്പം തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്, പുതിയ സബ്സ്ക്രൈബേഴ്സ്. വീഡിയോ ഇടുന്ന ടൈം 6 o'clock, 4 o'clock, 6 o'clock ഈ 2 ടൈമിലായിരിക്കും വീഡിയോസ് വരിക. 2 വീഡിയോസ് ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ 4 o'clock ഉണ്ടാവും, 6 o'clock ഒരു വീഡിയോ ഉണ്ടാവും. അല്ലെങ്കിൽ ഡെയിലി 6 o'clock. ഇന്നും 6 o'clock ഒരു സ്പെഷ്യൽ വീഡിയോ വരാനുണ്ട്. ക്യൂട്ടി അല്ലേ? ക്യൂട്ടി അല്ലേ? ഹായ്, ഹലോ. ഇന്നൊരു അടിപൊളി സാധനം വരാനുണ്ട്. എനിക്ക് യെല്ലോ നല്ല ഇഷ്ടമായി. ആ യെല്ലോ വീഡിയോ ഇപ്പോൾ 16.3K വ്യൂസ് ആയിട്ടുണ്ട്. അത് നല്ല അടിപൊളി ഒരു മൂവിങ് വീഡിയോ ആയിട്ട് ഇപ്പം നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് കുറേ സബ്സ്ക്രൈബേഴ്സും വന്നിട്ടുണ്ട്, കുറേ കമൻസും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് വന്നത്. നല്ല ലൈക്കും കിട്ടിയൊരു വീഡിയോ ആണ്. അതിന് തന്നെ കുറേ നമ്മളെ ഷൗട്ട് ഔട്ട് നെയിംസും കാര്യങ്ങളും കുറേ അതിന് വന്നിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് കളറ്
എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക് റെഡ് ആണ്. ഞാനിപ്പം ബ്ലാക്ക് തന്നെ ഇട്ടിരിക്കുന്നുണ്ടല്ലേ. Q&A വിടണേന്നോ? Q&A ചെയ്യണമെന്ന് എന്താ ഉദ്ദേശിച്ചേ? ക്വസ്റ്റ്യൻസ് ഒക്കെ കമൻസിൽ വരട്ടെ, അപ്പം അതിനനുസരിച്ച് നമുക്ക് റിപ്ലൈ തരാം. ഇവിടെ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞളിക്കുന്ന വിന്നറെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയും ഉണ്ട് 2-3 മിനിറ്റുകൾ മാത്രം. നമ്മൾ നോക്കി നോക്കാം. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോവാൻ. ഇതൊരു ഫങ്ഷൻ ഉണ്ട്, അതിന് പോകണം. സോ എല്ലാവരും പെട്ടെന്ന് വരാം. എന്താണ് Q&A വേണമെന്നോ? Q&A നമുക്ക് ചെയ്യാം, കുറച്ചും കൂടി കഴിയട്ടെ. നമുക്ക് കുറച്ചും കൂടി സബ്സ്ക്രൈബേഴ്സ്, നമുക്ക് വീഡിയോസൊക്കെ കുറച്ചൊന്ന് പബ്ലിക് ആവട്ടെ. അപ്പോൾ നമുക്ക് Q&A ചെയ്യാം. യൂട്യൂബ് തുടങ്ങാൻ റീസൺ എന്താണ്? യൂട്യൂബ് തുടങ്ങാനുള്ള റീസൺ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് റീസൺസ് ഒന്നുമില്ല. അങ്ങോട്ട് തുടങ്ങി. ഒരു ഇതിൻ്റെ പുറത്തങ്ങോട്ട് തുടങ്ങി അങ്ങനെ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളവരുണ്ടാവില്ല. പൊതുവേ വീഡിയോസ് എഡിറ്റ് ചെയ്ത് ഇടാൻ ഇഷ്ടമാണ്. അപ്പം ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എഡിറ്റിങ് ഭയങ്കര പ്രശ്നം എന്നല്ല, എഡിറ്റിങ് കുറച്ച് ടൈം എടുക്കും. വലിയ ലോങ് വീഡിയോ നമ്മൾ ഒരു 60 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സിൻ്റെ ഒക്കെ വീഡിയോ ചെറുതാക്കി ഇങ്ങനെ 1 മിനിറ്റ് ആക്കി, ഇപ്പം ഷോർട്സ് എന്ന് പറഞ്ഞാൽ 3 മിനിറ്റ്സ് ഒക്കെ ഉണ്ട് അല്ലെ, ആ ഒരു 1 മിനിറ്റ് ഒക്കെ ആക്കി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കുറച്ചും നല്ല കഷ്ടപ്പാടില്ല. അപ്പം അതുണ്ട്, അതൊക്കെയാണ്. ഞാൻ കാണാറുണ്ടോ? നീനു ഷാജി കടൽ ക്ലൗഡ് ഒക്കെ കാണാറുണ്ടോ? ഓ, കാണലുണ്ടല്ലോ. ക്യൂട്ടി അതാണോ നമ്മളെ എന്താണ് പറയാ, എന്തെയ്യുന്നോ കുട്ടീൻ്റെ പേര്? ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, തേജക്കുട്ടി. അതാണോ ഈ ക്യൂട്ടി? ടോപ്പ് കമൻഡർ അതാണോ ഈ ക്യൂട്ടി? എനിക്കറിയില്ല. തേജക്കുട്ടിയാണ് ആ പേര് കാണാറുള്ളത്, അതിനെക്കൊണ്ട് എനിക്ക് അതറിയാം. നീനു ഷാജി കടൽ ക്ലൗഡ് കാണാറുണ്ട്? ഓ, അങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനത്തെ വീഡിയോസ് കാണാറുണ്ട്. അത് നല്ല വേറെയും കുറേ ഉണ്ട്. നീനു ഷാജിൻ്റെ വീഡിയോസ്, കടൽ ക്ലൗഡ് ഉണ്ടത്, അങ്ങനെ പിന്നെ കുറച്ച് പുറത്തത്തെ വീഡിയോസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണാറുണ്ട്. അതും ഈ ക്യൂട്ടിക്കുട്ടിയും തേജക്കുട്ടിയും ഒന്നാണല്ലേ? ഓക്കെ, യു ആർ ദ ടോപ്പ് കമൻഡർ. അത് കറക്റ്റ് അറിയാം. നൈസ് ടു മീറ്റ് യു. ആ പേരെപ്പോഴും ഫോക്കസ് ആക്കി ഇങ്ങനെ നിൽക്കലുണ്ട്, തേജക്കുട്ടി. ഹായ്. ഞാൻ നിങ്ങളെ എല്ലാ വീഡിയോസിനും കമൻറ്റ് ഇടാറുണ്ട്. എൻ്റെ കമൻറ്റ് കാണാറില്ലേ? ഓ, കാണാറുണ്ടല്ലോ. NK മീഡിയ ഹായ്. എല്ലാവരും കമൻറ്റ്സ് ഞാൻ കാണാറുണ്ട്. പക്ഷെ ആ പേരെന്തോ ഞാൻ ഭയങ്കരമായിട്ട് നോട്ട് ചെയ്തിരുന്നു. അതെന്താണെന്ന് എനിക്കറിയില്ല. അത് ആ ഒരു പേര് തേജക്കുട്ടി എന്നുള്ള പേര് ഞാൻ ഭയങ്കര ഇതാക്കി നോട്ട് ചെയ്തിരുന്നു. ഞാൻ ടോപ്പ് കമൻറ്ററാണ്. നിത ഫെബി. ഞാൻ ഇന്നിപ്പം നോക്കിയിട്ടില്ല. ഞാൻ ഓരോ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വീക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആവാറുണ്ട്. അപ്പം ഇന്നത്തെ ഞാൻ നോക്കിയിട്ടില്ല.
നിത ഫെബിൻ ഉണ്ട്, മുഹമ്മദ് ഷഫ്രീന, ബബിൾ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. നമുക്ക് ഇതിൽ ഇങ്ങനെ 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 കാണാൻ പറ്റും. NK മീഡിയ, സുഖമാണോ? ഓ സുഖം സുഖം, ഇങ്ങനെ പോകണം. മഴ ഉണ്ടോ എല്ലാവർക്കും? ഒരു മിനിറ്റേ. ഞാൻ സ്നേഹ, ഞാൻ ടോപ്പ് കമൻറ്റർ ആണോ എന്ന് എനിക്കും അറിയൂല. അത് ഇങ്ങനെ ചിലവരെ ഫോണിൽ ഇങ്ങനെ കാണിക്കുന്ന കാണാം എന്ന് കേട്ടിട്ടുണ്ട്, ടോപ്പ് കമൻറ്റർ ആണോ എന്നുള്ളത്. അതിനെപ്പറ്റി എനിക്കും വലിയ ഐഡിയ ഇല്ല. എനിക്കിവിടെ സ്റ്റുഡിയോയിൽ അറിയാൻ പറ്റും ടോപ്പ് കമൻറ്റർ ആണോ അല്ലേ എന്നുള്ളത്. ടോപ്പ് കമൻറ്റർ ആയാൽ നമുക്ക് കാണാൻ കഴിയോ? അത് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തോ ഒരു ചിഹ്നം വരും, നമ്മളെ പേരിൻ്റെ അടുത്തൊരു ചിഹ്നം, ഒരു ഹേർട്ടിൻ്റെ ചിഹ്നം, അങ്ങനെ പല ചിഹ്നങ്ങളും വരാറുണ്ട്. അതാണ് തോന്നുന്നു ടോപ്പ് കമൻറ്റർ, അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ഒരു ചിഹ്നം അങ്ങനെ വരുന്നതാണ് തോന്നുന്നു ടോപ്പ് കമൻറ്റർ. അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് കറക്റ്റ് അറിയില്ല. മഴ, ഇവിടെ നല്ല മഴയാണ്. വിന്നറെ സെലക്ട് ചെയ്തിട്ടില്ല, അങ്ങനെ നമുക്ക് കുറച്ചും കൂടി ആൾക്കാരുണ്ട്, ഓരും കൂടി അങ്ങോട്ട് വരട്ടെ, നമുക്ക് സെലക്ട് ചെയ്യാം. റിസൾട്ട് എല്ലാവരും അതിനാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് അറിയാം. ഞാനും അതിന് തന്നെ കാത്തിക്കുന്നത്. ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ് ഞാൻ. അതൊന്ന് സെലക്ട് ചെയ്താൽ നമ്മളാ പരിപാടി തന്നെ കഴിഞ്ഞു. കാണാം, ബട്ട് എനിക്കു ബാഡ് എല്ലാം കുറേ കമൻറ്റ് എത്തിയിട്ടുണ്ട്. ക്യൂട്ടി ഹായ്. ഇപ്പം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കാൻ തുടങ്ങിയില്ല. ഇതിൽ നിത ഫെബിൻ, ഇന്നലെ ഉണ്ടാക്കിയ ഗിഫ്റ്റ് കാർഡ് റെഡ് ചെയ്യോ? ഇന്നലെ ഉണ്ടാക്കിയ ഗിഫ്റ്റ് കാർഡിൽ അത് സത്യം പറഞ്ഞാൽ ചിലത് ചെയ്യുമ്പം ഇതിൽ എല്ലാ സാധനങ്ങളും എൻ്റെ കൈമേലില്ല, ചില കളേഴ്സ് ഇല്ല. അപ്പോൾ എനിക്കിപ്പോൾ പോയി വാങ്ങാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ല. ഹസ്ബൻഡ് കുറച്ച് ബിസി ആയിപ്പോയി, അപ്പം എനിക്കത് പോയി വാങ്ങാൻ പറ്റുന്നില്ല. അപ്പം എനിക്ക് ഇന്ത്യയിൽ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചെങ്ങാണ്ട് ഉണ്ടാക്കാം. ചിലത് നമുക്ക് വേണമെങ്കിൽ കളറൊക്കെ ചെയ്യാം, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിത് ചെയ്യാമല്ലോ. ഇവിടെ ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കണേ. നിമിഷ ഹായ്. അപ്പം ഈ ഓണം ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് അടിപൊളിയായിട്ട് സാധനങ്ങളൊക്കെ ഒന്നും കൂടി സെറ്റാക്കിയിട്ട് നമുക്ക് ചെയ്യാം. ക്യൂട്ടിക്കുട്ടി വാവ്, സുഖമാണോ? എന്നോടാണോ ഇനി ഇവിടെ തമ്മ ചാറ്റ് ചെയ്യാണോ? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാം, നല്ലതല്ലേ? ഗിഫ്റ്റ് കാണിക്കുമോ? സംഭവം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലല്ല ഉള്ളത്, ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് സാധനം ഉള്ളത്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്, ഒരു ഫങ്ഷൻ ഉണ്ട്, അപ്പം അതിന് വേണ്ടി വന്നതാണ്. സാധനം നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ടാകണം, നോക്കട്ടെ.
ഓ മൈ ഗോഡ്, ഞാൻ സൗണ്ട് ഓണാക്കിയില്ല. സൗണ്ട് ഓണാക്കാൻ അത്രയും നേരം ഞാൻ അതൊക്കെ വായിച്ചത്. എനിക്ക് ഗിവ് അവേ തരുമോ? ഗിവ് അവേ എന്തായാലും കമൻറ്റ് സ്പീക്കർ വഴിയാണ് ഗിവ് അവേ കൊടുക്കുക. പിന്നെ നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നത് നമ്മൾ ഓണസദ്യ വീഡിയോ ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഓൾറെഡി ഉണ്ട് നമ്മൾ ഗിവ് അവേ കൊടുക്കുന്ന സാധനങ്ങൾ. അതിൽ ഓൾറെഡി കാണാൻ പറ്റും നമ്മൾ എന്തെല്ലാം ഐറ്റംസാണ് ഗിവ് അവേ കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത്. ഞാൻ ഇത്രയും നേരം സൗണ്ട് ഇല്ലാതാണ് സംസാരിച്ചത്. ബബിൾ ഹായ്. ബബിൾ എന്താണ് പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പറയുന്നു. സൗണ്ട് ഓഫാക്കിയത് ശ്രദ്ധിച്ചിട്ടില്ല. മ്യൂട്ട് ചേച്ചി, അൺമ്യൂട്ട് ആക്കൂ. സൗണ്ട് ഇല്ല. ഇതെന്താ വീഡിയോസ് വിന്നർ സെലക്ട് ആക്കുന്നത്? അത് ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ, നമ്മൾ ഓണസദ്യ വീഡിയോ എന്നാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഈ ഐറ്റംസൊക്കെ നമുക്ക് കൊടുക്കാനുള്ളതാട്ടോ. സംഭവം എൻ്റെ കയ്യിലല്ല, അത് ഹസ്ബൻഡിൻ്റെ വീട്ടിലാണുള്ളത്. ഞാനിപ്പം ഇവിടെ അല്ലേ, ഈ സാധനമൊക്കെ കൊടുക്കാനുള്ളതാണ്. ഇതൊക്കെ ആ വീഡിയോയിൽ ഫുള്ളും കാണിച്ചിട്ടുണ്ട് എന്തൊക്കെ ഐറ്റംസാണ് ഈ സാധനമൊക്കെ കൊടുക്കാനുള്ളതാട്ടോ. ഓൾറെഡി നമ്മൾ വീഡിയോയിൽ കാണിച്ചത്. ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. എനിക്കിതുവരെ ഒരു എനിക്കും കിട്ടിയിട്ടില്ല. ഞാനും പല ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കും ഇതുവരെ ഒരു ഗിവ് അവേ കിട്ടിയിട്ടില്ല. അതങ്ങനെയാണ്. അതൊരു ടൈം ആകുമ്പോൾ നമുക്കൊക്കെ ശരിയാവും. ബബിൾ ഷിഫാന ഹായ്. അർജുൻ ഗിവ് അവേ വിന്നർ ആരാ? ഇതുവരെ സെലക്ട് ചെയ്തിട്ടില്ല. നമുക്കൊരു 5 മിനിറ്റ്സും കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ക്യൂട്യൂട്ടി അത് മുഴുവനും തരുമെന്നോ? ഗിവ് അവേയിൽ ഇതാ നമ്മളിതാ സാധനം കാണിച്ചിട്ടുണ്ട്. ഒരു ക്രയോണിൻ്റെ സെറ്റ് ഉണ്ട്, പിന്നെ കവായ് സ്റ്റിക്കേഴ്സ് ഉണ്ട്, വേറൊരു സ്റ്റിക്കേഴ്സിൻ്റെ സെറ്റ് ഉണ്ട്, വാഷിംഗ് ടേപ്പ് ഉണ്ട്, ഒരു ക്യൂട്ട് ജേർണൽ ബുക്ക് ഉണ്ട്. ഈ ഐറ്റംസ് മൊത്തമാണ് നമ്മൾ ഗിവ് അവേ കൊടുക്കാൻ പോകുന്നത്. ആ ഐറ്റംസൊക്കെയാണ് നമ്മൾ ക്ഷമ ഇപ്പോൾ പോകും. ഇനി ഒരു 4 മിനിറ്റ്സും കൂടി. നേരത്തെ 5 ആണെങ്കിൽ ഇനി 4 മിനിറ്റ്സും കൂടി വെയിറ്റ് ചെയ്താൽ മതി. ഈ ഹാദ്യ റോസ് എന്ന ചാനലിൽ നിന്നും 1 ടൈം കിട്ടിയിട്ടുണ്ട്. എത്ര ആൾക്കാർക്കാണെന്നോ? ഒരാൾക്കാണ് നമ്മളിപ്പോൾ ഇത് ഗിവ് അവേ കൊടുക്കുന്നത്, ഒരാൾക്ക്. അപ്പോൾ ഈ ഫുള്ള് സെറ്റ് കിട്ടുമ്പം അത് ഒരാൾക്ക് യൂസ്ഫുള്ളായിരിക്കും. കാരണം ഒരു ജേർണലൊക്കെ ചെയ്യാൻ പറ്റി ഏകദേശം ഐറ്റംസ് ഉണ്ട്. പിന്നെ നമ്മൾ ഐഡിയൊക്കെ അങ്ങോട്ട് ചെയ്യണ്ടേ. പിന്നെന്താ നമ്മളെ ജേർണൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്വയം നമ്മളൊരു ഐഡിയൊക്കെ അങ്ങോട്ട് ചെയ്യലെന്നാ. എന്നാൽ 2 വിന്നറാക്കിക്കൂടെ? കുറേ ഐറ്റംസ് ഉണ്ടല്ലോ. ഒരാൾക്ക് ഈ സാധനം മൊത്തം കിട്ടുമ്പോൾ കുറച്ചൊരു യൂസ്ഫുൾ ആവും. മറ്റേത് നമ്മൾ സ്പ്ലിറ്റാക്കി കൊടുക്കുമ്പം അങ്ങനെ ഇങ്ങനെ ഇല്ലാതായി പോവും. 4 കഴിഞ്ഞു, 4:11 ഞാൻ അതിന് 3:45 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലൈവ്. പായും എനിക്ക് കിട്ടിയില്ല. അതെന്താ? ആ വീഡിയോ പെട്ടെന്ന് പോയി കമൻറ്റ് ഇട്ടോ. ആർക്കാ ഭാഗ്യം എന്ന്, എവിടാ ഭാഗ്യം കിടക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മേ ബി കിട്ടിയാലോ. അപ്പം ഇനി നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യല്ലേ. എന്നാൽ സെലക്ട് ചെയ്താലും നമുക്ക് നല്ല വിന്നറ. ഐ എം സോ എക്സൈറ്റഡ്. ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പോകുമ്പം അമ്മക്കും ഉണ്ടാവില്ലേ ആർക്ക് കിട്ടും എന്നുള്ളൊരിത്. അതിരിക്കാം. സെലക്ട് ചെയ്താലെന്നാൽ ആർ യു റെഡി? റെഡി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡ് ഹാർട്ട്സൊക്കെ അങ്ങോട്ട് വരട്ടെ. ഇപ്പം സെലക്ട് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യാം. റെഡ് ഹാർട്ട് ഇങ്ങോട്ട് പൊറ്റ റെഡ് ഹാർട്ട്. ഏ അടിപൊളി. അപ്പം എന്നാലും നമുക്ക് പിന്നെ സെലക്ട് ചെയ്യാം.
എല്ലാവരും എത്തിയില്ലല്ലോ അല്ലേ? ഹലോ ചേച്ചി വിളിക്കോ പ്ലീസ്. മിഥുൻ ഹായ്. യെസ്. അപ്പം ഞാൻ അങ്ങോട്ട് തുടങ്ങില്ല നമ്മൾ. അപ്പം ഇതാണ് നമ്മുടെ വീഡിയോ. ഇതിലുള്ള ഈ ഐറ്റംസാണ് നമ്മൾ ഈ ഐറ്റംസൊക്കെയാണ് നമ്മൾ ഗിവ് അവേ കൊടുക്കാൻ പോകുന്നത്. എത്ര വിന്നേഴ്സ് ഉണ്ട്? ഒരു വിന്നറാണുള്ളത്. ഈ ഐറ്റംസ് ക്രയോൺസിൻ്റെ ഒരു സെറ്റ്, അതിൽ ഇറൈസർ, ഷാർപ്നർ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, കവായി സ്റ്റിക്കേഴ്സ് ഉണ്ട്, പിന്നെ വേറെ ഒരു സെറ്റ് ഓഫ് സ്റ്റിക്കേഴ്സ് ഉണ്ട്. അതിൽ കുറേ ഉണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കുറേ ഐറ്റംസ് ഉണ്ട്. ഞാനും വാങ്ങിച്ചിട്ട് നല്ലതാണെന്ന് തോന്നിയപ്പോൾ വാങ്ങിച്ചതാണ്. പിന്നെ കുറച്ച് വാഷിംഗ് ടേപ്പ്, പിന്നെ ഒരു ജേർണൽ ബുക്ക്. ഈ ഐറ്റംസൊക്കെയാണ് നമ്മൾ ഗിവ് അവേ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ സെലക്ട് ചെയ്യാം. റെഡ് ഹാർട്ട്സൊക്കെ അങ്ങോട്ട് പോരട്ടെ. നമ്മൾ ഓൾമോസ്റ്റ് ആയിട്ടോ. പിക്ക് വിന്നറെ കൊടുക്കാൻ പോവാണേ. ഓൾ സെറ്റ്. എല്ലാവരും റെഡി അല്ലേ? ഞാൻ ഐ ആം സോ എക്സൈറ്റഡ്. എന്താ പറയുക, റെഡ് ഹാർട്ട്സ് അങ്ങോട്ട് പോരട്ടെ. വിന്നറെ സെലക്ട് ചെയ്യല്ലേ? എന്നാൽ പിക്ക് വിന്നർ കൊടുക്കട്ടെ ഞാൻ. ഇപ്പോൾ ഇതിന്ന് എല്ലാവരും ഓടിപ്പോലായിരിക്കും അല്ലേ? അപ്പോൾ വീഡിയോ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഒരു വിന്നറാണുള്ളത്. നീ വിന്നറെ സെലക്ട് ചെയ്യാൻ പോകണം കേട്ടോ. പിക്ക് വിന്നർ BTS being BTS ഫസ്റ്റ്. വെരിഫിക്കേഷൻ നടന്നിട്ടില്ല. സോറി വെരിഫിക്കേഷൻ എന്തോ പറ്റി. ഇല്ല കേട്ടോ, അത് വെരിഫിക്കേഷൻ ആയിട്ടില്ല. സോറി വെരിഫൈ ആയിട്ടില്ലായിരുന്നു. അത് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തില്ലേ, അപ്പോൾ വെരിഫൈ ആയിട്ടില്ലായിരുന്നു. റോബോട്ട് കൊടുക്കാൻ മറന്നുപോയി. പിക്ക് വിന്നർ ഇതാണ് കേട്ടോ നമ്മളുടെ യഥാർത്ഥ വിന്നർ. ക്രിസ്റ്റീന ദാറ്റ് ബനാന. എനിക്ക് ആളെ മനസ്സിലായി. ക്രിസ്റ്റീനക്കാണ് നമ്മളെ BTS അതാണോ? അപ്പം ഞാൻ എന്ത് ചെയ്യും? ഇപ്പം ഇത് 2 വിന്നറായല്ലോ. അത് പക്ഷേ ഇതായിപ്പോയി, റോബോട്ടിൻ്റെ അവിടെ വെരിഫിക്കേഷൻ വന്നുപോയി. വെറുതെ ആശിച്ചു. സോറി, അത് റോബോട്ടിൻ്റെത് രണ്ടാമത് വെരിഫിക്കേഷൻ വന്നതാണ്. അടുത്ത പ്രാവശ്യം ഉണ്ടല്ലോ, ഇനിയും ഉണ്ടല്ലോ സാധനവും. എന്തിനാ വെറുതെ ബേജാറാവുന്നത്? അപ്പോൾ നമ്മളെ വിന്നറ് ക്രിസ്റ്റീന. എനിക്ക് ആളെ മനസ്സിലായി. ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്ക് ആളെ മനസ്സിലായിട്ടുണ്ട്. ദ ബനാന. അപ്പോൾ എന്തായാലും ക്രിസ്റ്റീന എനിക്ക് എന്തായാലും ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. ഓൾറെഡി എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാം. BTS ഞാൻ മിണ്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ കരയും. എനിക്ക് വട്ടായ.
എനിക്കാ വട്ടായത് ഇപ്പോൾ ഇവിടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അൺസബ് ചെയ്യാൻ ഞങ്ങൾ എനിക്കൊരു ചെറിയ ഗിഫ്റ്റ് ആണേലും അതൊരു ഗുഡ് ഐഡിയ ആണ്. നമ്മൾ ഫസ്റ്റ് ഇതാക്കിയതപ്പം അങ്ങനെയാണല്ലോ വന്നത്. അത് ഞാൻ പരിഗണിക്കുന്നുണ്ട്. അത് ഞാൻ എന്തായാലും BTS എനിക്ക് ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. ഞാൻ പരിഗണിക്കുന്നുണ്ട്. പോവണ്ട ഇവിടെ നിന്നോ. ഞാനത് പരിഗണിക്കുന്നുണ്ട്. കാരണം അത് ഇതിൻ്റെ സൈറ്റിൻ്റെ പ്രശ്നമാണല്ലോ. ഞാനൊന്നും ചെയ്തതല്ലല്ലോ. ഇൻസ്റ്റ ഇല്ല ഞാൻ പിന്നെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നേ? ഇൻസ്റ്റ അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. എന്തായാലും ഇൻസ്റ്റയിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജിമെയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൻ്റെ ഇതിൽ ജിമെയിൽ കൊടുക്കാം, അതിൽ കോണ്ടാക്ട് ചെയ്യാം. ഞാൻ ആ ഇതിൽ എന്തായാലും പരിഗണിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് സൈറ്റിൻ്റെ പ്രശ്നമായിരുന്നു ഫസ്റ്റത്തത്. BTS ആണ് നമുക്ക് ഫസ്റ്റ് കമൻറ്റിൽ വന്നത്. പക്ഷെ അത് സൈറ്റിൻ്റെ പ്രശ്നമായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ആൾക്ക് എന്തായാലും നമ്മൾ ചെറിയ ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട്. ക്രിസ്റ്റീനൊക്കെ നമ്മൾ ഇപ്പം ഗീവ് അവേ കൊടുക്കാൻ വെച്ച സാധനങ്ങളും കൊടുക്കുന്നുണ്ട്. BTS എനിക്ക് ചോക്ലേറ്റ് മതി, വേറൊന്നും വേണ്ട. അതിപ്പം ഞാനല്ലേ തീരുമാനിക്കുക എന്താ കൊടുക്കേണ്ടതെന്നുള്ളത്. നമുക്ക് നോക്കാം. ലെറ്റ് മീ ഡിസ്കസ് വിത്ത് മൈ ഹസ്ബൻഡ് ആൻഡ് എന്തായാലും ഇൻസ്റ്റ ത്രൂ മെസ്സേജ് ചെയ്യാം, അല്ലാണ്ട് വേറെ വഴി ഉണ്ടാവില്ല. മെയില് അല്ലെങ്കിൽ വാട്സപ്പ് ചാനൽ കൊടുത്തിട്ട് അതിൽ കിട്ടൂലല്ലോ അല്ലേ? വാട്സപ്പ് ചാനലിൽ കിട്ടൂല. എന്തായാലും ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്താലേ കാര്യം നടക്കും. നോ ഗീവ് അവേ മീ ചേച്ചി, ഓൾ ഗീവ് അവേ but നോ ഓണം കോടി. എന്നാ പോയിട്ടോ. നിത ഫെബിൻ, ആരും സങ്കടപ്പെടണ്ട. ഇനി വഴിയെ നമുക്ക് എന്തായാലും ഗീവ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. നമ്മൾ ടോപ്പ് കമൻഡറെ നോക്കിയിട്ടാണ് എന്തായാലും ഗീവ് വെക്കുന്നത്. ഈ ജിമെയിൽ കിട്ടട്ടെ. ജിമെയിൽ ഞാൻ നോക്കട്ടെ. ജിമെയിൽ മിക്കവാറും ഷെയർ ചെയ്യാൻ പറ്റലുണ്ടാവില്ല. ഞാൻ എന്തായാലും ഇത് ഷെയർ ചെയ്യാം. വാട്സപ്പിലും നമുക്ക് എന്തായാലും പറ്റൂല. എന്തായാലും എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യാം. ഈ BTS എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യാം. പിന്നെ ക്രിസ്റ്റീനക്കാണ് എന്തായാലും ഇപ്പം നമ്മൾ വിന്നറെ സെലക്ട് ആക്കിയിട്ടുള്ളത്. BTS ഇൻസ്റ്റയിൽ കോണ്ടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇനിയിപ്പം ആരുടെയും ചേച്ചീൻ്റെ അങ്ങനെ ആരുടെങ്കിലും ഒരു ഇതുണ്ടാവുമല്ലോ, അതിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് സെറ്റാക്കാം. ജിമെയിൽ അത് കിട്ടലുണ്ടാവില്ല. കാരണം നമ്മൾ ആപ്പിൾ ID എന്നുള്ള ജിമെയിൽ ആയതുകൊണ്ട് കൊടുക്കാൻ കഴിയലുണ്ടാവില്ല. മെയിൽ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ ലാപ്പിലും ട്യൂഷൻ്റെ ഇതിലൊക്കെ കൊടുക്കുന്ന മെയിലാണ്. അപ്പോൾ അത് പേഴ്സണൽ മെയിലാണ്, അത് കൊടുക്കാൻ പറ്റലുണ്ടാവില്ല. ജിമെയിൽ, ഇൻസ്റ്റ ഇതേമാതിരി ആരെന്തെങ്കിലും ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. ആരെങ്കിലും ഒരു ഇൻസ്റ്റ വെച്ചിട്ട് കോണ്ടാക്ട് ചെയ്തേ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പം ഞാൻ എന്ത് ചെയ്യും? വേറെ എന്താ തരാന്നുള്ളത് എന്തായാലും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് തീരുമാനമായിട്ടില്ല. ഹസ്ബൻഡിനോ ഡിസ്കസ് ചെയ്തിട്ട് ഫോൺ നമ്പർ എന്തായാലും ഇവിടെ കൊടുക്കാൻ പറ്റില്ല. അപ്പം എന്തായാലും ഒന്ന് അതുവഴി കോണ്ടാക്ട് ചെയ്യാം. ഇൻസ്റ്റയിൽ കോണ്ടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ മെയിലിൻ്റെത് ഞാൻ ചെക്ക് ചെയ്തിട്ട് ഐ വിൽ ടെൽ. അത് വരാൻ എങ്ങനെ ഉറപ്പിക്കും? എന്നാൽ ഞാൻ ആരുടെയും ഇൻസ്റ്റ വഴി കോണ്ടാക്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, അതായിരിക്കും ബെറ്റർ. ഇൻസ്റ്റയിൽ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും കാരണം നമ്മൾ അത് ഫസ്റ്റ് സൈറ്റിൻ്റെ എറർ വന്നതാണ്, നമ്മളൊന്നും ചെയ്തല്ലോ. സൈറ്റ് എറർ വന്നതാണ്. ഞാൻ അന്നേരം കുറേ സൈറ്റ് കമൻറ്റ് പിക്കർ വെച്ച് കാണുന്ന കുറേ സൈറ്റ് ഉണ്ടായിരുന്നു. അതിന് കുറേ ഇങ്ങനെ ഫോൾട്ടായിട്ടുള്ള മെസ്സേജസൊക്കെ വരുന്ന സൈറ്റുകളും ഉണ്ടായിരുന്നു. ഇൻസ്റ്റ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമോ?
ഇൻസ്റ്റ എൻ്റെ സെയിം പേര് തന്നെ അടിച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റ കിട്ടും. അതിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാം, അതും ഫോളോ ചെയ്യാം. അപ്പം ഇനി നമ്മൾ ബി ടി എസിന് നമ്മളൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഫോൾട്ടായിട്ട് നമ്മൾ ഇതിൽ വന്നതാണല്ലോ. പിന്നെ നമ്മളെ റിയൽ വിന്നറ് ക്രിസ്റ്റീനാണ്. ക്രിസ്റ്റീന ഈ വീഡിയോ കാണുകയാണെങ്കിൽ എന്തായാലും കോൺടാക്റ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ലൈവ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ബൈ.